നമ്മുടെ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പം നടന്നത് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിൻ്റെ പ്രോപ്പർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഹൈറ്റ് എടുക്കാൻ ബിഗ് ബോസ് പറയുകയാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചാണ് പ്രോപ്പർട്ടി മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അനുമോൾ നൂറേനെ ആദിലേനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പെട്ടെന്ന് വാ, ക്യാപ്റ്റന്മാർ ആരൊക്കെയാണ്, അക്ബറും ആര്യനും നെവിനും അല്ലേ, അവന്മാർ കള്ളത്തരം ചെയ്യും എന്നുള്ള രീതിയിൽ അനുമോൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോവാണ് നൂറേനെ ആദിലേനെ. പക്ഷേ അകത്ത് കയറാൻ വേണ്ടി അവർ സമ്മതിച്ചില്ല. അവർ പുറത്തിറക്കി വിട്ടു. അനുമോളെ ഞങ്ങൾ നോക്കിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞോളും. അനുമോൾ പലവട്ടം കയറാൻ ട്രൈ ചെയ്തെങ്കിലും അവർ ഇറക്കി വിടുമായിരുന്നു ചെയ്തത്. അപ്പം അക്ബർ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അനുമോൾ പറയുന്നത് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ഇങ്ങനെ കൈ മാറ്റിയിട്ട് പറയാണ്, നീ ഇറങ്ങിപ്പോ, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതി പറയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എടുക്കുന്ന സമയത്തും പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും ഹൈറ്റ് അല്ലല്ലോ കാണേണ്ടത്, എനിക്ക് ഇച്ചിരും കൂടി ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട്. നൂറേം അതേപോലെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷേട്ടൻ വന്നു. അനീഷേട്ടനും അവരെ ചെറിയ ഡൗട്ടില്ലാതില്ല, അവിടെ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. വേറെ ആര് കള്ളത്തരം ചെയ്തില്ലെങ്കിൽ നെവിൻ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നെവിൻ ഒരു ഗെയിമൊക്കെ വെറും ഒരു ഇതായിട്ടാണ് നെവിൻ എടുക്കുന്നത്. ചില സമയത്ത് കളിക്കും, ചില സമയത്ത് തോന്നുന്ന പോലെ, അങ്ങനത്തെ ഉള്ള രീതിയിലാണ്. അപ്പോൾ അവരെല്ലാവരും ഹൈറ്റൊക്കെ എടുക്കുകയാണ്. എല്ലാവരുടെയും ഹൈറ്റ് എടുത്തതിന് ശേഷം ക്യാപ്റ്റൻസ് 3 പേരും അവരുടെ 3 പേരെയും ഹൈറ്റ് എടുക്കുകയാണ്. അപ്പം ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്കിന് വേണ്ടിയിട്ട് എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ കളിക്കുന്നത്, ആരൊക്കെ ഔട്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലും അല്ലെങ്കിൽ ലൈവിലൊക്കെ ആയിട്ട് കാണാം. അപ്പം പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ്, ആരാണ് ജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.